സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ടയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് തന്നെ പറഞ്ഞുതരാം, സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല. യോക്കോഹാമയുടെ ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് കേട്ടോ. യോക്കോഹാമ 275/65 R17 എന്ന് പറയുന്ന ടയേഴ്സ് ആണ്. നമുക്ക് ഇത് പഴയ മോഡൽ ഫോർച്യൂണറാണ്, പുതിയ മോഡൽ ഫോർച്യൂണർ അല്ല. പഴയ മോഡൽ ഫോർച്യൂണറിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസിൽ സ്റ്റോക്ക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 265 സ്റ്റോക്ക് സൈസ്. പക്ഷെ നമ്മൾ ഇതിൽ ഇപ്പോൾ കിടക്കുന്നത് 275 കുറച്ച് വീതി കൂടിയ ഒരു ടയറാണ്. 275 മില്ലിമീറ്ററുടെ വീതിയുള്ള ടയർ. ഈ വിട്ടാണ് 275 mm കേട്ടോ. സോ ഇത്രയും വിട്ടുള്ളൊരു ടയറാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതേ ടയർ തന്നെ ഇടാം. എന്തിനാണ് ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു വണ്ടിക്ക് ടയറിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. സോ സൈസ് കൂടുന്തോറും ടയറിൻ്റെ കോസ്റ്റും കൂടും. സോ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. സോ എന്തുകൊണ്ടാണ് യോക്കോഹാമ ചൂസ് ചെയ്തതെന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെ മേജർ ബ്രാൻഡ്സ് ആണ് ഈ ഒരു സൈസ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി വേറെ സൈസാണ് കേട്ടോ, ജസ്റ്റ് ഫോർ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ്. കോണ്ടിനെൻ്റൽ അടിപൊളി ഒരു ബ്രാൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രിഡ്സ്റ്റോൺ വരുന്നുണ്ട്, കോണ്ടിനെൻ്റൽ വരുന്നുണ്ട്, ഗുഡിയർ വരുന്നുണ്ട്, MRF വരുന്നുണ്ട്, JK ടയർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ബ്രാൻഡ്സും ഈ ഒരു 265/65 R17 എന്ന് പറയുന്ന ടയേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് യോക്കോഹാമയിലോട്ട് എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പെട്ടെന്ന് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, എനിക്ക് ആക്ച്വലി ഡൗൺ സൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം 275 തന്നെ ഇടണം എന്ന് എനിക്കൊരു ചെറിയൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി 275 കണ്ടിട്ട് നമുക്ക് ആ വണ്ടിയുടെ ചന്തം അല്ലെങ്കിൽ നമുക്ക് ആ ടയറിൻ്റെ വിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു 10 മില്ലിമീറ്റർ ആണെങ്കിൽ പോലും അത് കുറയ്ക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യാം. MRF അല്ലെങ്കിൽ JK ടയർ എന്നൊക്കെ പറയുന്നത് ചെറിയ കാറുകൾക്കൊക്കെ ഓക്കെ. പക്ഷെ വലിയ SUVസിന് MRF JK ടയർ അല്ലെങ്കിൽ ഗുഡിയർ എന്ന് പറയുന്നത്, ഗുഡിയറും കൂടെ നമുക്ക് ഓക്കെ ആണ് കേട്ടോ. പക്ഷെ MRF JK ടയർ എന്ന് പറയുന്നത് പെട്ടെന്ന് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയാണ്. കാരണം ചെറിയ കാറുകൾക്കാണെങ്കിൽ അത് ഓക്കെ. സോ സെക്കൻഡ് ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ MRFും JK ടയറും പോയി. പിന്നീടുള്ളത് നമുക്ക് ഗുഡിയർ ഉണ്ട്, നമ്മളുടെ മിഷലിനിലുണ്ട്, അല്ലെങ്കിൽ കോണ്ടിനെൻ്റലിൽ വരുന്നുണ്ട്, യോക്കോഹാമയിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ബ്രാൻഡ്സിലൊക്കെയാണ് വേറെ വരുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഗുഡിയർ, കോണ്ടിനെൻ്റൽ, അതുപോലെ തന്നെ യോക്കോഹാമ, ഈ ഉള്ളൊരു 3 ബ്രാൻഡിലോട്ട് വന്നു. ബ്രിഡ്സ്റ്റോൺ ഞാൻ ചൂസ് ചെയ്തില്ല. ബ്രിഡ്സ്റ്റോണും നല്ല ടയേഴ്സാണ് ബ്രിഡ്സ്റ്റോണിൻ്റെ. പക്ഷേ ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ലൈഫും ഇതേപോലത്തെ ലൈഫാണ് കിട്ടുക. ആ ബ്രാൻഡ് നെയിമിന് വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. സോ അത് കാരണം ഞാൻ ബ്രിഡ്സ്റ്റോൺ ഒഴിവാക്കി. പിന്നെ ഉള്ളത് യോക്കോഹാമ, കോണ്ടിനെൻ്റൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. യോക്കോഹാമ, കോണ്ടിനെൻ്റൽ, അതുപോലെ തന്നെ ഗുഡിയർ. സോ കോണ്ടിനെൻ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അല്ലെങ്കിൽ എല്ലാവരുടെയും എന്താ പറയുക, ഭയങ്കര ഹൈ എൻഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടയേഴ്സാണ്. പക്ഷേ കോണ്ടിനെൻ്റൽ എന്താ ഒരു സ്പെഷ്യാലിറ്റി എന്നറിയോ? ഇത് ഓൾ ടെറൈൻ ടയേഴ്സാണ്. സൈസ് മാത്രമാണ് വ്യത്യാസം, പക്ഷെ ഓൾ ടെറൈൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കുറച്ച് അടുത്തുവാ, ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ കണ്ടില്ലേ? സോ ഇത് ഓൾ ടെറൈൻ ആണ്, ഇതും ഓൾ ടെറൈൻ ആണ്. ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡിലും ഓൺ റോഡിലൊക്കെ ഓടിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും ഇത് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു മേജർ ഡിഫറൻസ് എന്താണെന്നറിയോ? കോണ്ടിനെൻ്റൽ ഈ ഒരു സൈസിന് നമ്മൾ 265 ഉള്ളൂ, 275 കോണ്ടിനെൻ്റൽ വരുന്നില്ല. എന്നാൽ പോലും കോണ്ടിനെൻ്റലിൽ 265 എടുക്കുമ്പോൾ ആക്ച്വലി ചീപ്പറാണ്. യോക്കോഹാമയെക്കാളും കോണ്ടിനെൻ്റൽ ചീപ്പറാണ്, കുറച്ചുകൂടെ നല്ല ബ്രാൻഡുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കോണ്ടിനെൻ്റൽ മാറ്റണോ, കോണ്ടിനെൻ്റൽ ഇടണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് യോക്കോഹാമയും കോണ്ടിനെൻ്റലും, ഇത് നമ്മളെപ്പോഴും ടയർ ചൂസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ ബ്രാൻഡും സെയിൽ ചെയ്യുന്ന ഒരു ടയർ ഷോപ്പിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. കാരണം എല്ലാ ബ്രാൻഡും ഉള്ളൊരു ടയർ ഷോപ്പ് ആകുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിഡ്സ്റ്റോണിൻ്റെ ഡീലർ ആണെങ്കിൽ അത് മാത്രം പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗുഡിയറിൻ്റെ ഡീലർ ആണെങ്കിൽ അത് മാത്രം പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് RR ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരാണ്. നല്ല പ്രൈസിലാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരുടെ കിട്ടുന്നതിനേക്കാളും നല്ല പ്രൈസിലാണ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് വരാം. ഇതിലോട്ട് വരുമ്പോൾ കോണ്ടിനെൻ്റൽ നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞു. കോണ്ടിനെൻ്റൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോഴ്സാണ് കേട്ടോ, കൈയിൻ്റെ ഫോഴ്സാണ്. കൈയിൻ്റെ ഫോഴ്സ് വെച്ചിട്ട് ഈ ടയർ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, യോക്കോഹാമ അനങ്ങുന്നില്ല. ഓക്കെ, ഇനി കോണ്ടിനെൻ്റലിലോട്ട് വരുമ്പോൾ അതേ ഹാൻഡ് ഫോഴ്സ്, സെയിം സൈസാണ്, വിത്ത് മാത്രമാണ് ഡിഫറൻസ്. ഇതിങ്ങനെ കണ്ടില്ലേ, ആക്ഷൻ കണ്ടില്ലേ? സോ ഇതാണ് കാരണം. എന്തിനുള്ള കാരണം? കോണ്ടിനെൻ്റൽ ടയേഴ്സ് ഇട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ കുറച്ച് കൂടുതലാണ്. കുറച്ചുകൂടെ പ്ലഷ് ആയിട്ടുള്ളൊരു ടയേഴ്സാണ്. ഫോർച്യൂണർ ആണെങ്കിൽ പോലും ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ് ആയിരിക്കും കോണ്ടിനെൻ്റൽ. പക്ഷേ നിങ്ങൾ കുറച്ച് റഗ്ഗഡായിട്ട് ഓഫ് റോഡോ അല്ലെങ്കിൽ ചെറിയൊരു റഫ് യൂസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോക്കോഹാമയിലോട്ട് വരാം എന്നാണ് ഒരു ഓവറോൾ ഉള്ളൊരു അഭിപ്രായം. പിന്നെ ഗുഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ്സ് ഓടുന്നതിനേക്കാളും ഒരു 5000-10,000 കിലോമീറ്റർ കുറവേ ഗുഡിയർ ഓടുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഗുഡിയറിന് അങ്ങനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. കാരണം ഗുഡിയറിന്റെ പ്രൈസിങ്ങും യോക്കോഹാമയുടെ പ്രൈസിങ്ങും വെറും 1000 രൂപ വ്യത്യാസമുള്ളൂ. പിന്നെ എന്തിന് ഞാനിപ്പോൾ ഗുഡിയർ എടുക്കണം? അതും ചെറിയ സൈസ് ടയർ, ഇത് വലിയ സൈസ് ടയർ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഗുഡിയറിനെ തട്ടിക്കളഞ്ഞു. ഇത് രണ്ടിലോട്ട് വരുമ്പോൾ കോണ്ടിനെന്റൽ ഭയങ്കര സ്മൂത്താണ്. ഞാൻ ഓഫ് റോഡ് പോവാറില്ല, അല്ലെങ്കിൽ ഓഫ് റോഡ് പോവുകയാണെങ്കിലും വല്ല ഡാമിൻ്റെ അടുത്ത് വല്ല വ്യൂനോ അല്ലെങ്കിൽ സൺസെറ്റോ അങ്ങനെയുള്ള കാര്യത്തിന് പോകുള്ളൂ, അല്ലെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. എന്നിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് യോക്കോഹാമ സെലക്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ഫൈനൽ പോയിന്റ് എന്ന് വെച്ചാൽ യോക്കോഹാമ ജാപ്പനീസ് ബ്രാൻഡാണ്. ജാപ്പനീസ് ബ്രാൻഡ് എല്ലാം തന്നെ കുറച്ച് റിലയബിൾ ആയിരിക്കും, കുറച്ച് ഡ്യൂറബിൾ ആയിരിക്കും. സോ ജാപ്പനീസ് ബ്രാൻഡ് ആയത് കാരണവും യോക്കോഹാമയുടെ ട്രെഡ് പാറ്റേൺ അടിപൊളിയായത് കാരണവും ഇത് കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയത് കാരണം നമ്മൾ അധികം ഓഫ് റോഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഒരു റഫ് ആൻഡ് ടഫ് ഇരുന്നോട്ടെ, എന്തിനാണ് നമ്മൾ വെറുതെ കുറയ്ക്കുന്നത്? അത് മാത്രമല്ല സൈസ്, ഇത് 275 mm അപ്പ് സൈസ്ഡ് ആയിട്ടുള്ള സൈസാണ്, ഇത് 265 mm ആണ്. സോ എന്തിനപ്പം ഞാൻ ഡൗൺ സൈസ് ചെയ്യണം? എന്തിന്? നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഇതും, സെയിം കിലോമീറ്റർ മൈലേജ് ഏകദേശം കിട്ടും. ഞാൻ എന്തിന് വെറുതെ പൈസ ഒരു 1000 രൂപ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്തിന് ഇങ്ങനെയുള്ളൊരു ചേഞ്ച് വരുത്തണം? ഓഫ്കോഴ്സ് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓൺ റോഡിൽ. ഇത് ഒരു ഓൾ ടെറൈൻ, എല്ലാ സെക്ഷനിലും നോക്കിയാലും കുറച്ച് റോഡ് നോയ്സ് ഒക്കെ ഉണ്ടാവും. ഫോർച്യൂണർ അല്ലേ, കുറച്ച് കുലുക്കവും റോഡ് നോയ്സും ഒക്കെ ഇരുന്നോട്ടെ. കോണ്ടിനെന്റൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് യോക്കോഹാമയിലോട്ട് എത്തി. സോ യോക്കോഹാമയാണ് നമ്മളിപ്പോൾ ഫോർച്യൂണറിൽ ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ടയർ സെലക്ഷൻ്റെ പെട്ടെന്നുള്ളൊരു ഇത് കേട്ടോ. കുറച്ച് പെട്ടെന്ന് ഓടിച്ചാൽ പറഞ്ഞത് എല്ലാ പോയിന്റ്സും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ യോക്കോഹാമയാണ് ഫോർച്യൂണറിൽ ലോഡ് ചെയ്യാൻ പോകുന്നത്.